ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 2026 വൈറലാകാൻ പോകുന്ന ഒരു സ്കിൻ കെയർ ട്രെൻഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ബാരിയർ ഫസ്റ്റ് സ്കിൻ കെയർ. ഈ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് പ്രൊട്ടക്ട് അവർ സ്കിൻ ബാരിയർ ഫൗണ്ടേഷൻ. അതായത് സ്കിൻ ബാരിയർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അതായത് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ്, അതായത് എപ്പിഡെർമിസിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഈ സ്കിൻ ബാരിയർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് വാൾ, അതായത് നമ്മുടെ ബോഡിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് വാളായിട്ട് ആക്ട് ചെയ്യും. ഫോർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിൻ പ്രൊവൈഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈഡ്രേഷനൊക്കെ തരാൻ വേണ്ടിയിട്ടൊക്കെ, പിന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അതോടൊപ്പം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക നമ്മുടെ സ്കിന്നിനെ. ഇതൊക്കെയാണ് ഈ ഒരു സ്കിൻ ബാരിയർ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണല്ലോ, ഇതാണ് അതിൻ്റെ എന്താ പറയുക ഉത്തരവാദിത്വം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി ഈ സ്കിൻ ബാരിയർ മാത്രമല്ല, അതിനുശേഷം നമുക്കറിയാം നെക്സ്റ്റ് ലെയർ ഉണ്ട്, അതിനുശേഷം മിഡിൽ ലെയർ ഉണ്ട്, അതിനുശേഷം ഇന്നർ ലെയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു സ്കിൻ ബാരിയറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ ബാരിയർ ഡിസ്റ്റർബ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്കിൻ ബാരിയറിന് ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റിയ എളുപ്പ വഴി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഫേസിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കുറച്ച് ഡാർക്ക് സ്പോട്ട് ഉണ്ട്, ചെറിയ ചെറിയ പിമ്പിൾസ് ഉണ്ട്. എൻ്റെ സ്കിൻ ബാരിയർ കുറച്ച് ഡാമേജിലാണ്. ഈ പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ വിസിബിൾ ആവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സ്കിൻ ബാരിയർ കുറച്ച് ഡാമേജ് ആണ്. അപ്പോൾ ഈ ഒരു സ്കിൻ ബാരിയേഴ്സ് എങ്ങനെയാണ് ഡാമേജ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, ഡാമേജ് ചെയ്യുക അല്ലെങ്കിൽ ഡാമേജ്ഡ് ആകുക എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ സ്ട്രെസ്, പൊല്യൂഷൻസ്, നമ്മൾ പ്രോപ്പറായിട്ട് ക്ലെൻസിങ് അല്ലെങ്കിൽ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്യാതിരിക്കുക. ഇനിയിപ്പം നമ്മളിപ്പം യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ പല തരത്തിലുള്ള പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് അവർ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ഗ്ലൈക്കോളിക്, വൈറ്റമിൻ സി ഒക്കെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. പക്ഷേ ചില സമയങ്ങളിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കോമ്പോണൻസ് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ ഇതേപോലത്തെ ഡാമേജസ് ആൻഡ് എന്താ പറയുക ബ്രേക്ക്ഔട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ സ്കിൻ ബാരിയറിനെ ഡാമേജ് ആക്കുന്നു. അതാണ് പറഞ്ഞു വന്നതിൻ്റെ സാരം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാം, അതോടൊപ്പം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നോർമൽ എന്താ പറയുക സർഫസ് ഏരിയ മാത്രം അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സർഫസ് ഏരിയ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യാണ്ട് ഇപ്പം നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സിലൊക്കെ സ്കിൻ ബാരിയറിനെ സ്ട്രെങ്തൻ ചെയ്യുക, അതോടൊപ്പം തന്നെ സ്കിൻ ബാരിയർ ഹെൽത്തി ആക്കി കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പല തരത്തിലുള്ള പ്രൊഡക്ട്സ് നമുക്കുണ്ട്, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ സെറാമൈഡ്സും നിയാസിനമൈഡൊക്കെ നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്കൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ ബാരിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഹെൽത്തി സ്കിന്നും ഗ്ലോയിങ് സ്കിന്നും കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് പറയാം. നമുക്ക് അതേപോലെ വാങ്ങാൻ അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളും ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മുടെ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുമ്പം ഇങ്ങനത്തെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് സിക്ക പോലത്തുള്ള ഇൻഗ്രീഡിയൻസ്, നിയാസിനമൈഡ്, സെറാമൈഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ആണെങ്കിൽ അത് നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതേപോലത്തെ ഒരു സൺസ്ക്രീൻ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ കോൺഷ്യസ് കെമിസ്റ്റിന്റെ ബെറി ബ്രൈറ്റ് ഒക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. ഏതൊക്കെയാണ് കീ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ സെറാമൈഡ്സ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, നയാസിനമൈഡ് ഉണ്ട്, ഗ്ലിസറിൻ. ഇതൊക്കെയാണ് മോസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു കീ ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ശരിക്കും നമ്മുടെ സ്കിൻ ബാരിയർ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ടും സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽത്തി ആക്കാൻ, ഈ ഡാമേജസ് ഒഴിവാക്കാൻ പറ്റിയ സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യുക. നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ജെന്റിൽ ക്ലെൻസർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ സെറ്റാഫിലിൻ്റെ ജെന്റിൽ ക്ലെൻസർ നല്ലതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്ലിസറിൻ ഉണ്ട്, പ്രോ വൈറ്റമിൻ, അതായത് നയാസിനമൈഡ് ഒക്കെ ഇൻക്ലൂഡ് ആണ്, സെറാമൈഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ആണ്. അതോടൊപ്പം തന്നെ സെറാവയൊക്കെ നല്ലതാണ്. പിന്നെ സിമ്പിൾ, ഇങ്ങനെ കുറേ അധികം അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇനി അടുത്തത് ടോണർ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോൾ ഫ്രീ ടോണർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. ആൽക്കഹോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ടോണർ ആണെങ്കിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലീൻ ഫീൽ കിട്ടും. പക്ഷേ പോകെ പോകെ നമ്മുടെ സ്കിന്നിന്, അതായത് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ നല്ല രീതിക്ക് ഡാമേജ് ആക്കാനും അതോടൊപ്പം തന്നെ ഡ്രൈ ആക്കുകയും ചെയ്യും. അപ്പോൾ ഡ്രൈനെസ് ഒക്കെ ഒക്കർ ചെയ്യുമ്പോഴും കൂടെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയർ നല്ല രീതിക്ക് ഡാമേജ് ആകും.
സോ ടോണർ ഓപ്ഷനിലാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോൾ ഫ്രീ ടോണർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. അതോടൊപ്പം തന്നെ അടുത്തത് മോയ്സ്ചറൈസർ. ഇനിയിപ്പോൾ സെറം യൂസ് ചെയ്യാം കേട്ടോ. മോയ്സ്ചറൈസറിന് മുന്നേ സെറം യൂസ് ചെയ്യാം. അപ്പോൾ സെറം യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങളുടെ സ്കിൻ ഇതേപോലെ ചെറിയ ചെറിയ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഡാർക്ക് സ്പോട്ട് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ നയാസിനമൈഡ് നല്ലതാണ്, സെറാമൈഡ്സ് നല്ലതാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് സിറംസ് നമ്മൾ യൂസ് ചെയ്യുക. സിക്ക ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള, അതായത് ഇൻഫ്ലമേഷൻ ഒക്കെ ആയിട്ടുള്ള സ്കിന്നിനെയൊക്കെ അല്ലെങ്കിൽ റെഡ്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സിക്ക എക്സ്ട്രാക്റ്റ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ ഹിമാലയയുടെ പ്യൂരിഫൈങ് നീം സിറം ഒക്കെ നല്ലതാണ് കേട്ടോ. പിമ്പിൾസും അങ്ങനത്തെ ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിമ്പിൾ മാർക്സ് ഒക്കെ പോകും കേട്ടോ. ഇനി അടുത്തത് നമുക്ക് മോയ്സ്ചറൈസർ. അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴും സെറാമൈഡ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള, ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള, ഗ്ലിസറിൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. അപ്പോഴാണെങ്കിൽ നമുക്ക് ഡീപ്പ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ സ്കിന്നിന് ഡ്രൈ ഒന്നും ആവില്ല. അപ്പോൾ അങ്ങനത്തെ മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഓയിലി സ്കിൻ ആണെങ്കിൽ എപ്പോഴും മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുമ്പോൾ ജെൽ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നോർമൽ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ക്രീം ബേസ്ഡ് അല്ലെങ്കിൽ ലോഷൻ ബേസ് ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ്. അപ്പോൾ അവനവൻ്റെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്തത് സൺസ്ക്രീൻ. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. നമ്മുടെ പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആക്കാതെ നോൺ കോമഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ചൂസ് ചെയ്യുക. അതായത് നമ്മൾ സൺസ്ക്രീൻസ് അത്യാവശ്യം നല്ല എമൗണ്ടിലാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ റീഅപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഈ ഒരു സൺസ്ക്രീൻ. അപ്പം കോമഡോജനിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത് വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പോഴ്സിനുള്ളിൽ തങ്ങിക്കിടന്നിട്ട് നമ്മുടെ പോഴ്സ് ക്ലോഗ്ഡ് ആക്കിയിട്ട് പിമ്പിൾസ്, സ്കിൻ ഡാമേജസ്, അങ്ങനെ കുറേ ആക്നേസ്, ബംസ്, കുറേ അധികം സ്കിൻ പ്രശ്നങ്ങൾ നമുക്ക് ഒക്കർ ചെയ്യും. സോ നമ്മൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ സെറാമൈഡ്സ്, ഹൈലറോണിക് ആസിഡ്, അതോടൊപ്പം തന്നെ നല്ല പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും പ്ലസ് നമ്മുടെ പോഴ്സ് ക്ലോഗ്ഡ് ആക്കാത്ത നോൺ കോമഡോജനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെയാണ് നൈറ്റ് കെയർ റുട്ടീനും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ നൈറ്റിൽ നമ്മൾ ഓൾറെഡി ഈ സൺസ്ക്രീൻസ് നമ്മൾ റീഅപ്ലൈ ഒക്കെ ചെയ്തിട്ട് കുറേ അധികം പ്രൊഡക്ട്സ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. സോ ആ ഒരു ക്ലെൻസിങ് റുട്ടീനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡബിൾ ക്ലെൻസിങ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആണ് കേട്ടോ. ക്ലെൻസിങ് ബാം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ രാവിലത്തെ ഈ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിൽ നിന്ന് കളയാൻ പറ്റും. അതിനുശേഷം നമ്മൾ സെറം യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ, ദെൻ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നൈറ്റ് ക്രീം യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ നാച്ചുറൽ ഒരു ഗ്ലോ അല്ലെങ്കിൽ റേഡിയൻസ് ആക്കാനും ഹെൽത്തി ആക്കാനും ഗ്ലോയിങ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട സ്കിൻ കെയർ റുട്ടീൻസ്. ഈ സ്കിൻ കെയർ റുട്ടീൻസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് പാട്രി ചെയ്യുക. നമ്മൾ ഡ്രബ് ചെയ്യാണ്ട് പാട്രി ചെയ്യുക. ഇനിയിപ്പോൾ മുഖം കഴുകുകയാണെങ്കിൽ ഭയങ്കര വോം വാട്ടറിൽ കഴുകുക. അതായത് ഭയങ്കര ഹോട്ട് വാട്ടറിൽ കഴുകാൻ പാടില്ല. അല്ലെങ്കിൽ നോർമൽ പ്ലെയിൻ വാട്ടർ ഓർ വോം വാട്ടർ, ഇത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് നമ്മൾ ഹോട്ട് വാട്ടർ ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതും നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയറിനെ നല്ല രീതിക്ക് ഡാമേജ് ആക്കും. അപ്പോൾ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബാരിയർ ഫസ്റ്റ് സ്കിൻ കെയർ ട്രെൻഡ് കേട്ടോ. അതായത് സ്കിൻ ബാരിയറിനായിരിക്കും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു സർഫസ് ലെവൽ ഇഷ്യൂസ് മാത്രമല്ലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എങ്കിൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടാറ്റാ.